ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കാർത്തികയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും കൃഷികളൊക്കെ എന്തായി? ചെയ്ത് തുടങ്ങിയില്ല എല്ലാവരും? മഴയൊക്കെ കഴിഞ്ഞില്ലേ, വേനലായില്ലേ? ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് നട്ട കുറ്റിക്കുരുമുളകാണേ. ഇത് നട്ടിട്ട് 1 വർഷമൊക്കെ ആവാനായി. ഇത് തിരിയിട്ടിട്ടുണ്ടേ. നമുക്ക് നടാനുള്ള കുഞ്ഞു തൈകളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാണകപ്പൊടിയും അരിച്ചെടുത്ത മണ്ണും സമം ചേർത്താണ് ഞാൻ ഈ ട്രേകളിൽ നിറച്ചത്. സ്പ്രെയർ കൊണ്ട് ഇതെല്ലാം നനച്ച് വിത്തുകൾ പാകി ഞാൻ കാത്തിരുന്നു. ഓരോ വിത്തുകൾക്കും മുളയ്ക്കാൻ ഓരോ കാലതാമസമുണ്ട് കേട്ടോ. ക്യാരറ്റിന്റെ തൈകളാണ് ഈ കാണുന്നത്. തക്കാളി വിത്തും കോണും അമരയും എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട്. കടലാസു ഗ്ലാസുകളിലെല്ലാം മുളച്ചത് വെണ്ട വിത്തുകളാണ്. ഇനി എല്ലാവർക്കുമായി ഞാൻ എൻ്റെ പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒരുപാട് കാട് മൂടിക്കിടന്ന സ്ഥലമായിരുന്നേ. ഇതൊക്കെ ഞങ്ങൾ കൈക്കോട്ടുകൊണ്ട് കൊത്തി ശരിയാക്കി എടുത്തതാണ്. ഇപ്പൊ ഞാൻ കുഴിച്ചെടുത്തത് ചുവപ്പ് ചീരയുടെ തൈയാണേ. ഇത് ഞങ്ങൾ വിത്ത് വാങ്ങി ഇവിടെ തന്നെ മുളപ്പിച്ചെടുത്തതാണ്. പച്ചച്ചീരയുടെ വിത്തും ഞാൻ പാകിയിട്ടുണ്ട്. അത് മുളയ്ക്കാനാവുന്നതേ ഉള്ളൂ. നന്നായി കൊത്തി കട്ടയുടച്ച് കുമ്മായം ചേർത്ത് 15 ദിവസത്തിന് ശേഷം പുളിപ്പൊക്കെ മാറ്റി അടിവളം കൊടുത്ത് ഇപ്പോഴാണ് കേട്ടോ തൈ നടുന്നത്. ഇവിടെ ഞാൻ ഈ നീളത്തിൽ തടമെടുക്കുന്നത് വെണ്ടവിത്ത് നടാനാണ്. കൂട്ടുകാരെ, ഇവിടെ നല്ല വെയിലുമാണ്, മണ്ണിന് നല്ല ഉറപ്പുമാണ്. അതുകൊണ്ട് ഇവിടെ പണിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ തടങ്ങളിൽ ഞാൻ ചുരങ്ങയും പടവലവും പാവലുമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടാമത് കാണുന്ന നീളത്തിലുള്ള തടത്തിലാണ് ഞാൻ തക്കാളി തൈക്ക് സ്ഥാനം കൊടുത്തത്. ഇത് വെള്ളരി വിത്താണ്. ഞാൻ പാകട്ടെ. ഇത് ഇല്ലിക്കൊമ്പൻ വഴുതനയുടെയും കോണിന്റെ തൈ മുളച്ചതുമാണ്. നമ്മുടെ മുമ്പിലുള്ള വയലിൽ പശുക്കളെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചാണകം എടുത്തിട്ടാണ് നമ്മൾ പച്ചക്കറി തൈകൾക്കൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ചാണകം എടുക്കാം. അതെ, ഇവരത്ര പാവൊന്നല്ല കേട്ടോ. ഇടയ്ക്ക് വന്ന് തന്നെ കുത്താൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ കുറച്ച് പുല്ലൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ചാണകം. ഇത് പന്നൂർ 1 ഇനം കുരുമുളകാണ്. ഇതൊരു 90 എണ്ണം ഞാൻ പാകിയിട്ടുണ്ട്. ഇനി നമുക്ക് പയറ് നട്ടത് കാണാം. തോട്ടിലാണ് നട്ടത്.
ചുരങ്ങയും പാവലും പടവലവുമാണ് ഞാൻ ഇവിടെ നട്ടത്. നമ്മുടെ പശുക്കളുടെ ചാണകം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേർപ്പിച്ചിട്ടാണ് ഞാൻ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇനി കടലപ്പിണ്ണാക്കും ഉള്ളിത്തോലും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ. ഇനി കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ആക്കിയതും ചാണകപ്പൊടിയും ഒക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൊടുക്കാം. വളം കൊടുക്കുന്നത് പോലെ തന്നെ ചെടികൾക്ക് വളരാൻ നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. ഈ 3 കവറിലുള്ളത് നല്ല വയലറ്റ് കളറുള്ള ഉണ്ടമുളകാണ്. നല്ല വലിപ്പം ഉണ്ടാവും. ഇവിടുന്ന് അവിടം വരെ കോളിഫ്ലവറും കാബേജും ആണ്. ഇതെല്ലാം നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയ തൈകളാണ്. പാവൽ തൈ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കമ്പുകൾ കുത്തിക്കൊടുക്കാം, വലയിലെത്തുന്നത് വരെ. വലയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മണ്ണിൽ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. രാസവളങ്ങൾ ഒട്ടും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൽ ധാരാളം മണ്ണിരകളുമുണ്ട്. ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ജൈവ ലായനികളും ഒന്ന് കാണിച്ചു തരാം. മുട്ടത്തോടൊക്കെ ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചിട്ടാണ് മണ്ണിൽ ചേർക്കാറുള്ളത്. ഇപ്പൊ ഞാൻ മുട്ടത്തോട് പൊടിച്ചതും ചാണകപ്പൊടിയും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് എഗ് അമിനോ ആസിഡ്. സ്റ്റീൽ പാത്രത്തിൽ ഫിഷ് അമിനോ ആസിഡാണ്. പക്ഷെ ഇത് ഞാൻ ഇപ്പം തുറക്കുന്നില്ല, കാരണം ഇത് തുറക്കാനായിട്ടില്ല. അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ട്. ഈ ബക്കറ്റിൽ നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോഴുള്ള വെള്ളവും അതിൻ്റെ വേസ്റ്റും ഒക്കെ ഇട്ട് വെച്ചതാണ്. പിന്നീട് അതിലേക്ക് പട്ടാളപ്പുഴു വന്ന് മുട്ടയിട്ട് ഉണ്ടായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് നമ്മൾ എത്ര അളവാണോ എടുക്കുന്നത് അതിന് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ. ഈ ഡ്രമ്മ് മുഴുവനും ഞാൻ ചാണകം കലക്കി വെച്ചതാണ് നമ്മുടെ തൈകൾക്ക് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി ഇത് ഓരോന്നും വലുതാവുന്നതും പൂവിടുന്നതും കായാവുന്നതും ഇതിന് വളം കൊടുക്കുന്നതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കാണാം.